വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ തനിക്ക് ഭക്ഷണം വിളമ്പി തന്നിട്ട് തന്നെ രൂക്ഷമായി നോക്കിക്കൊണ്ടിരിക്കുന്ന ശാലിനിയോട് വിഷ്ണു പറയുകയാണ്, എടോ കഴിക്ക്, ഞങ്ങൾ ഭക്ഷണം കഴിച്ചാലല്ലേ പ്രീതിക്കും കഴിക്കാൻ കഴിയുകയുള്ളൂ. അതെ അതെ എന്ന് പറയുകയാണ് പ്രീതി. അന്നേരം ശാലിനി മനസ്സിൽ കരുതുകയാണ്, പ്രീതിക്ക് വേണ്ടിയാണ് ഞാൻ ഇതിനൊക്കെ നിന്നു കൊടുക്കുന്നത്. അതിനുശേഷം അവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അതിനുശേഷം വിഷ്ണു പറയുകയാണ്, എടോ നല്ല ചമ്മന്തിപ്പൊടിയാണ്, താനൊന്ന് കഴിച്ചു നോക്ക്. അതിനുശേഷം ശാലിനി കഴിച്ചു നോക്കി കൊള്ളാമെന്ന് പറയുന്നു. വിഷ്ണു കഴിക്കുന്നതൊക്കെ കുറേ നേരം നോക്കിയിരിക്കുകയാണ് ശാലിനി. എന്നിട്ട് ശാലിനി കരുതുകയാണ്, വല്ല ദുരുദ്ദേശവുമായിട്ടാണ് ബെഡ്റൂമിലേക്ക് വരുന്നതെങ്കിൽ ഈ ചമ്മന്തിപ്പൊടി പോലെ പൊടിക്കും ഞാൻ. ശാലിനിയുടെ നോട്ടം കണ്ട് പ്രീതി കരുതുകയാണ്, ശാലിനി എന്താ വിഷ്ണുവേട്ടനെ തന്നെ നോക്കിയിരിക്കുന്നത്, നടക്കട്ടെ നടക്കട്ടെ എന്ന് പറഞ്ഞ് ചിരിക്കുകയാണ് പ്രീതി. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വിഷ്ണുവിന് ചുമ വരികയാണ്. പെട്ടെന്ന് ശാലിനി നോക്കുമ്പോൾ വിഷ്ണു കൂടുതൽ ഉണ്ടാക്കി അങ്ങനെ ചുമക്കുകയാണ്. പ്രീതി പറയുകയാണ്, വിഷ്ണുവേട്ടന് വെള്ളം കൊടുക്ക് ശാലിനി. അന്നേരം ശാലിനി ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് നീട്ടുകയാണ്. പക്ഷേ ചുമ അങ്ങനെ കുറേ നേരം അഭിനയിക്കുകയാണ് വിഷ്ണു. പ്രീതി പറയുന്നു, അങ്ങോട്ട് പിടിച്ചു കൊടുക്കാൻ. അന്നേരം വിഷ്ണുവിന് വെള്ളം ഗ്ലാസ്സിൽ പിടിച്ചു കൊടുക്കുകയാണ് ശാലിനി. ഈ രംഗങ്ങളൊക്കെ കണ്ട് അങ്ങനെ ഇഷ്ടപ്പെടാതെ നിൽക്കുകയാണ് പിറകിൽ സുസ്മിത. വെള്ളം കുടിച്ച ശേഷവും വീണ്ടും വിഷ്ണു ചുമയങ്ങനെ കാണിക്കുകയാണ്. അന്നേരം പ്രീതി പറയുകയാണ്, തലയിൽ ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്ക് ശാലിനി. അന്നേരം വിഷ്ണുവിൻ്റെ തലയിൽ തട്ടിക്കൊടുക്കുകയാണ് ശാലിനി. കുറേ നേരം അങ്ങനെ ഇരുന്ന ശേഷം ചിരിച്ച് വിഷ്ണു പറയുകയാണ്, നല്ല രസമുണ്ടെന്ന്. പെട്ടെന്ന് കൈയെടുത്ത് എന്താ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് ശാലിനി. അല്ല ഈ കറികളെ എന്ന് പറഞ്ഞ് കറികളൊക്കെ എടുത്ത് നോക്കുകയാണ് വിഷ്ണു. അന്നേരം ഇതൊക്കെ കണ്ട് പ്രീതി കരുതുകയാണ്, രണ്ടാളും എപ്പോഴും ഇങ്ങനെ സന്തോഷത്തോടു കൂടി ഇരിക്കണം, അതാണ് എൻ്റെ സന്തോഷം. അന്നേരം സുസ്മിത കരുതുകയാണ്, എടി പ്രീതി, നീ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഈ സുസ്മിതയ്ക്കറിയാം. പക്ഷേ ഈ സുസ്മിത ജീവിച്ചിരിക്കുമ്പോൾ ഇവരുടെ സന്തോഷം ഞാൻ അനുവദിച്ചു കൊടുക്കില്ല. പിന്നീട് പ്രീതി ചോദിക്കുകയാണ്, എന്താ ശാലിനി, നീ പെട്ടെന്ന് വീട്ടിലേക്ക് പോയല്ലോ, അതിൻ്റെ കാര്യമൊന്നും പറഞ്ഞില്ല. അന്നേരം ശാലിനി പറയുകയാണ്, ശാരികേശിയുടെ നിശ്ചയം തീരുമാനിച്ചു, എല്ലാം പെട്ടെന്നായിരുന്നു. നാളെ രാവിലെ എന്ന് പറയുകയാണ് ശാലിനി. അന്നേരം പ്രീതി ചോദിക്കുകയാണ്, ഓ നാളെ രാവിലെയോ, അതായിരിക്കും പെട്ടെന്ന് തീരുമാനിച്ചതെന്ന് പറഞ്ഞതല്ലേ. അതേന്ന് സമ്മതിക്കുകയാണ് ശാലിനി. ഇതെല്ലാം കേട്ട് അവിടെ തന്നെ നിൽക്കുകയാണ് സുസ്മിത. ഞാൻ ചെന്നാലേ ആ നിശ്ചയം അവിടെ നടക്കൂ, അപ്പോൾ നാളെ രാവിലെ പോകണമല്ലോ എന്ന് പ്രീതി ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുകയാണ്, അതെ രാവിലെ തന്നെ പുറപ്പെടണം. അപ്പോൾ പ്രീതി പറയുകയാണ്, വിടേണ്ട ആള് ഗ്രീൻ സിഗ്നൽ തന്നല്ലോ, അപ്പോൾ പിന്നെ ഒരു പേടിയും വേണ്ട. ഇതൊക്കെ കേട്ട് സുസ്മിത കരുതുകയാണ്, അപ്പോൾ നീ ചെന്നാലേ നാളെ അവിടെ നിശ്ചയം നടക്കൂ, അത് ഞാൻ നടത്തി കാണിച്ചു തരാം. അതിനുശേഷം സുസ്മിത സത്യഭാമയുടെ റൂമിലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ആൻറ്റി അന്നൊരു ദിവസം എന്നോട് ഒരു ഫോട്ടോ കാണിച്ചില്ലേ ഹേമന്തിൻ്റെ, ആ പയ്യൻ്റെ വീട്ടുകാരോട് നാളെ തന്നെ വരാൻ പറയുമോ പെണ്ണ് കാണാനായിട്ട്? നാളെ തന്നെ എന്തിനാ വരാൻ പറയുന്നതെന്ന് ഭാമ ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, അല്ല ആൻറ്റി, ഞാൻ എങ്ങനെയാ ഇത്രയും നാളും ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നത്, അതുകൊണ്ടാണ് പറഞ്ഞത്. വിഷ്ണുവേട്ടൻ എന്നെ വിവാഹം കഴിക്കുമെന്ന് കരുതിയാണ് ഞാൻ ഇത്രയും നാളും ഇവിടെ നിന്നത്. ഇപ്പോൾ വിഷ്ണുവേട്ടൻ്റെ വിവാഹം കഴിഞ്ഞു, പിന്നെ എന്തിനാ ഞാനിങ്ങനെ ഇവിടെ കടിച്ചു തൂങ്ങി നിൽക്കുന്നതെന്ന് സുസ്മിത സത്യഭാമയോട് ചോദിക്കുന്നു. അന്നേരം എന്തോ സത്യഭാമ പറയാൻ തുടങ്ങുമ്പോൾ സുസ്മിത പറയുകയാണ്, ആൻറ്റി എന്താണ് പറയാൻ വരുന്നതെന്നൊക്കെ എനിക്കറിയാം. വിഷ്ണുവേട്ടനേക്കാൾ മിടുക്കനായ ഒരാളെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിക്കുമെന്നല്ലേ, അതൊക്കെ ഈ നാട്ടുകാരോട് പറയാൻ പറ്റുമോ? അവരിനി ഓരോന്ന് പറഞ്ഞു തുടങ്ങും. അതുകൊണ്ട് ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തുന്നതാണ് നല്ലത്. അത് നമുക്ക് ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെയെന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ സുസ്മിത പറയുകയാണ്, ഇനി എന്താലോചിക്കാൻ ആൻറ്റി, എന്തായാലും കൊള്ളാവുന്ന ഒരു പയ്യനെ കിട്ടിയില്ലേ, ഇത് നമുക്കത് വെച്ച് താമസിപ്പിക്കാതെ അങ്ങ് നടത്താം. ആൻറ്റിക്ക് അറിയാമല്ലോ, ഒരു പ്രാവശ്യം വിഷ്ണുവേട്ടൻ്റെ കല്യാണ പെണ്ണായി മണ്ഡപം വരെ ഒരുങ്ങിയെത്തിയതാണ് ഈ ഞാൻ. അത് മുടങ്ങിപ്പോയതിൻ്റെ നൊമ്പരം ഇതുവരെ എൻ്റെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ല. ഇനി ഒരു കല്യാണം വന്നാൽ അത് മുടങ്ങാൻ അതൊരു കാരണമായാലോ, നാട്ടുകാർ എന്തൊക്കെ പറഞ്ഞുണ്ടാക്കുമെന്ന് ആര് കണ്ടില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കുന്നത് തന്നെയാണ് നല്ലതെന്ന് തോന്നുന്നു എന്നൊക്കെ പറയുകയാണ് സുസ്മിത. അന്നേരം ഭാമ പറയുകയാണ്, മോളുടെ വിഷമം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നാളെ തന്നെ പെണ്ണുകാണൽ ചടങ്ങ് നടത്തുന്നതിനെക്കുറിച്ച് മോളുടെ വീട്ടുകാരോട് ഞാനൊന്ന് ആലോചിക്കട്ടെ. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സത്യഭാമ സരളയെ ഫോൺ ചെയ്യുകയാണ്. ഫോൺ എടുത്ത് സരള ചോദിക്കുകയാണ്, എന്താ ഭാമേ, ഈ രാത്രി ഈ സമയത്ത് അവൾ അവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ? ചിരിച്ചുകൊണ്ട് സത്യഭാമ പറയുകയാണ്, അവളിവിടെ മൊത്തം കുഴപ്പമല്ലേ ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാൻ അവളെ പിടിച്ചങ്ങ് കെട്ടിച്ചു വിടാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. അത് നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ എന്ന് സരള ചോദിക്കുമ്പോൾ ഭാമ പറയുകയാണ്, അത് അന്നേരം നമ്മൾ തീരുമാനിച്ചതല്ലേ ഉള്ളൂ, ഉറപ്പിച്ചില്ലല്ലോ.
ഇപ്പോൾ ഞാനതങ്ങ് ഉറപ്പിക്കാൻ പോവുകയാണ്, അതുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞത്. അന്നേരം സരള പറയുകയാണ്, അതൊക്കെ നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ ഫാമേ, ഇങ്ങോട്ടത്തേക്ക് വിളിച്ചു പറയാനൊന്നും നിൽക്കണ്ട. ഇപ്പോൾ കൊള്ളാവുന്ന ഒരാലോചന വന്നിട്ടുണ്ട്. പയ്യൻ ബിസിനസ്സുകാരനാണ്, പേര് ഹേമന്ത്, പാലാക്കാരനാണ്. അവനെയാണ് ഞങ്ങൾ സുസ്മിതയ്ക്ക് വേണ്ടി ആലോചിക്കുന്നത്. അന്നേരം സരള പറയുകയാണ്, വളരെ നല്ല കാര്യം, നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ചെയ്യാം ഫാമേ. എനിക്ക് അവളോടുള്ള ഇഷ്ടത്തേക്കാൾ കൂടുതൽ നിനക്ക് അവളോടുണ്ടെന്ന് എനിക്കറിയില്ലേ. അവൾക്ക് ദോഷം വരുന്നതെന്നും നീ ചിന്തിക്കില്ലല്ലോ, പിന്നെന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുകയാണ് സരള. അന്നേരം സത്യഭാമ പറയുകയാണ്, അതേ ഫാമേ, വിഷ്ണുവിനേക്കാൾ മിടുക്കനായ ഒരു പയ്യനെ കൊണ്ട് അവളെ കല്യാണം കഴിപ്പിക്കണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. ആഗ്രഹമല്ല, അതെൻ്റെ ഒരു വാശിയായിരുന്നു. അതിപ്പോൾ സാധിച്ചു എന്ന് പറയുകയാണ് ഭാമ. ചെക്കൻ്റെ ഫോട്ടോ കാണിച്ചപ്പോൾ പെണ്ണുകാണൽ ചടങ്ങ് നാളെ തന്നെ നടത്തണമെന്നാണ് സുസ്മിത പറയുന്നത്. അന്നേരം ഇതൊക്കെ ശ്രദ്ധിച്ച് എന്തോ ആലോചിക്കുകയാണ് സരള. നിങ്ങൾക്ക് ഇങ്ങോട്ട് വരുന്നതിന് അസൗകര്യമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് ഭാമ. അന്നേരം സരള പറയുകയാണ്, അസൗകര്യമോ? ഞങ്ങൾക്ക് അസൗകര്യം ഒന്നുമില്ല. പിന്നെ രാജേട്ടൻ്റെ ലീവ് തീർന്നു, പകരം എൻ്റെ സ്വന്തം ഏട്ടൻ വരും. അങ്ങനെയാണെങ്കിൽ നാളത്തെ കാര്യം സൗകര്യമാണോ എന്ന് ഞാൻ ചെക്കൻ കൂട്ടരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറയുകയാണ് ഭാമ. സരളയുടെ ഫോൺ കട്ട് ചെയ്ത ശേഷം സുസ്മിതയോട് എന്നാൽ ഞാൻ വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് ഫോണുമായി പുറത്തേക്ക് പോവുകയാണ് സത്യഭാമ. സത്യഭാമ പോയ ശേഷം സുസ്മിത കരുതുകയാണ്, നാളെ തന്നെ ഈ പെണ്ണുകാണൽ ചടങ്ങ് വച്ചത് ശാലിനിയെ അവളുടെ ചേച്ചിയുടെ വിവാഹ നിശ്ചയത്തിന് വിടാതിരിക്കാൻ വേണ്ടിയാണ്. അവൾ ഒരു കാരണവശാലും സന്തോഷിക്കുന്നത് ഈ സുസ്മിതയ്ക്ക് ഇഷ്ടമല്ല. സ്വയം കുരുതി കൊടുത്തും ഞാൻ അവളുടെ സന്തോഷം മുടക്കും. അതാണ് ഇനി എൻ്റെ ജീവിത ലക്ഷ്യം, അതുമാത്രം എന്നാലോചിക്കുകയാണ് സുസ്മിത. തുടർന്ന് സുസ്മിത സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വിഷ്ണുവും ശാലിനിയും മുകളിലേക്ക് കയറി വരികയാണ്. അന്നേരം സുസ്മിത പെട്ടെന്ന് കയറി മുകളിലത്തെ റൂമിലേക്ക് അങ്ങ് കയറുന്നു. സ്റ്റെപ്പ് കയറി വരുമ്പോൾ ശാലിനി നോക്കി എങ്ങനെ വല്ലാതെ ചിരിക്കുകയാണ് വിഷ്ണു. അന്നേരം എന്താന്ന് ചോദിക്കുന്നു ശാലിനി. ഒന്നുമില്ല എന്ന് കണ്ണടച്ച് കാണിക്കുകയാണ് വിഷ്ണു. അവർ പോകുന്നത് കണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി സുസ്മിത പറയുകയാണ്, രണ്ടാളും തുള്ളിച്ചാടി സന്തോഷിച്ചങ്ങ് ചെല്ല്, രണ്ടുപേരെയും കാത്തവിടെ കടിയനുറുമ്പുകൾ ഇരിപ്പുണ്ട്. അതേസമയം വിഷ്ണു പാട്ടൊക്കെ പാടി റൂമിലേക്ക് കയറി കതകടച്ച് കുറ്റിയിടുന്നു. ഇന്ന് രണ്ടാളിൻ്റെയും കാളരാത്രിയാണെന്നൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് അന്നേരം സുസ്മിത. അതേസമയം റൂമിൽ കട്ടിലിരിക്കുന്ന ശാലിനിയടുത്തേക്ക് ചിരിച്ചൊക്കെ ചെല്ലുകയാണ് വിഷ്ണു. എഴുന്നേറ്റ് ശാലിനി എന്താന്ന് ചോദിക്കുന്നു. അന്നേരം ചമ്മിയ മട്ടിൽ വിഷ്ണു പറയുകയാണ്, ബെഡ്ഷീറ്റ് എടുക്കണം, എടുത്തുകൊണ്ട് പോകുന്ന ശാലിനി പറയുന്നു. ശല്യം ചെയ്യാനായിട്ട് നിൽക്കാതെ എടുത്തോണ്ട് പോകുന്ന ശാലിനി പറയുന്നു. അന്നേരം ചിരിച്ച് വിഷ്ണു പറയുകയാണ്, ശല്യം ചെയ്യുന്നത് ഞാനല്ലല്ലോ, ഇയാളല്ലേ. അന്നേരം ദേഷ്യപ്പെട്ട് ശാലിനി ചോദിക്കുകയാണ്, ശല്യം ചെയ്തെന്നോ? ഞാൻ ഇയാളെ എന്ത് ശല്യമാണ് ചെയ്തത്? ഓ, ഒന്നും അറിയാത്ത പോലെ എന്നും പറഞ്ഞ് കവിളൊക്കെ തടവുകയാണ് അന്നേരം വിഷ്ണു. ഉമ്മ ഉമ്മ എന്നൊക്കെ വിഷ്ണു അങ്ങനെ ആംഗ്യം കാണിക്കുകയാണ്. അന്നേരം ശാലിനി വിഷ്ണുവിന് അന്ന് മുത്തം കൊടുത്തത് ഓർക്കുകയാണ്. അതിനുശേഷം കർട്ടനൊക്കെ പിടിച്ചുകൊണ്ട് നാണമൊക്കെ വരുത്തി വിഷ്ണു ചോദിക്കുകയാണ്, അതെ, ഇയാൾക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നോ? ഞാനിവിടെ എല്ലാത്തിനും റെഡിയായിട്ട് ഇരിക്കുകയല്ലായിരുന്നോ? അല്ലാതെ ചുമ്മാ വെറുതെ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു വിഷ്ണു. അന്നേരം ശാലിനി പറയുകയാണ്, എടോ, അത് അന്ന് എനിക്കൊരു അബദ്ധം പറ്റിയതാണ്. ഉമ്മ വയ്ക്കാൻ പറ്റിയൊരു മോന്തായം എന്ന് പറയുകയാണ് ശാലിനി. അന്നേരം സന്തോഷിച്ച് വിഷ്ണു പറയുകയാണ്, അടിപൊളി, അപ്പോൾ ഉമ്മ വെച്ചത് ഇയാൾ തന്നെയാണെന്ന് നേരിട്ട് സമ്മതിച്ചല്ലോ, എനിക്കത് മതി. വിഷ്ണുവിൻ്റെ നാണമൊക്കെ കണ്ട് ശാലിനി പറയുകയാണ്, ദേ നിന്ന് കിന്നരിക്കാതെ പോയി കിടന്ന് ഉറങ്ങുന്നുണ്ടോ? എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് പഞ്ചപാവമായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ അമ്മയെ പോലും വിശ്വസിപ്പിച്ചു എന്നൊക്കെ പറയുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു പറയുകയാണ്, അത് ശാരദാമ്മയ്ക്ക് സത്യം മനസ്സിലാകാത്തത് കൊണ്ടാണ്. അതിനിപ്പോൾ ഞാൻ എന്ത് ചെയ്യാനാണ്? ഒരാൾക്ക് മാത്രമാണ് ഇവിടെ മനസ്സിലാകാത്തത്. ആരുടെ കുഴപ്പമാണെന്നേ സ്വയം ചിന്തിച്ചാൽ മതി. ഇതൊക്കെ കേട്ട് ദേഷ്യപ്പെട്ട് വിഷ്ണുവിൻ്റെ ബെഡ്ഷീറ്റ് എടുത്ത് വിഷ്ണുവിൻ്റെ പുറത്തേക്ക് എറിയുകയാണ് ശാലിനി. അതിനുശേഷം തലേണയും എടുത്ത് ദൂരേക്ക് എറിയുന്നു. ഇതൊക്കെ എറിയുന്നത് എന്തിനാ? പറഞ്ഞാൽ പോരെ, ഞാൻ എടുക്കുമായിരുന്നില്ലെന്നും പറഞ്ഞ് ഷീറ്റും തലേണമൊക്കെ എടുത്ത് വിരിക്കുകയാണ് വിഷ്ണു. അതിനുശേഷം മൊബൈലൊക്കെ എടുത്ത് നോക്കി കിടക്കുകയാണ് വിഷ്ണു. ശാലിനിയും കിടക്കുന്നു. അതിനുശേഷം വിഷ്ണു മൊബൈലിൽ പാട്ട് ഉച്ചത്തിൽ ഇടുകയാണ്. ദേഷ്യപ്പെട്ട് ചാടി എഴുന്നേറ്റ് ശാലിനി പറയുകയാണ്, അതെ, എനിക്ക് ഉറങ്ങണം. ഇയാളോട് ഉറങ്ങണ്ടെന്ന് ഞാൻ പറഞ്ഞോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, ഇത്രയും ബഹളത്തിനിടയ്ക്ക് ഞാൻ എങ്ങനെയാണ് കിടന്നുറങ്ങുന്നത്? ബഹളമല്ല, പാട്ടാണ്, നല്ല പൂ പോലെയുള്ള പാട്ടെന്ന് വിഷ്ണു പറയുന്നു. തനിക്ക് പാട്ട് കേൾക്കണമെങ്കിൽ ഹെഡ്ഫോൺ വെച്ച് കേക്ക്, മറ്റുള്ളവരുടെ ഉറക്കത്തെ എങ്ങനെ ശല്യപ്പെടുത്താതെ എന്ന് ശാലിനി പറയുന്നു.
ഓക്കെ മാഡം, ശരി മാഡം, താങ്ക് യു മാഡം എന്ന് പറഞ്ഞിട്ട് ഫോൺ ഓഫ് ചെയ്തിട്ട് ഒന്നിനും സമ്മതിക്കുന്നില്ല എന്ന് പറയുകയാണ് വിഷ്ണു. അതിനുശേഷം കിടക്കുന്ന ശാലിനിയെ കണ്ടിട്ട് നോക്കുകയാണ് വിഷ്ണു. രാത്രി കുറേ നേരം കഴിഞ്ഞ ശേഷം സുസ്മിത ശ്രദ്ധിക്കുകയാണ്, ഉറുമ്പുകൾ ഇപ്പോൾ പണി തുടങ്ങി കാണും. അതേസമയം ഉറുമ്പിന്റെ കടി കൊണ്ട് ശാലിനി ഉറക്കത്തിൽ കിടന്ന് തിരിയും മറിയും ഒക്കെ ചെയ്യുകയാണ്. പെട്ടെന്ന് ഉണരുന്ന വിഷ്ണു അത് ശ്രദ്ധിക്കുകയാണ്. അതിനുശേഷം ശാലിനിയുടെ അടുക്കലേക്ക് ഇഴഞ്ഞു ചെല്ലുന്നു വിഷ്ണു. കട്ടിലിനടുത്തേക്ക് ചെല്ലുന്ന വിഷ്ണു പെട്ടെന്ന് ഉറുമ്പുകളെ കാണുകയാണ്. അയ്യയ്യോ, ഇത് എവിടെന്ന് വന്നു എന്ന് വിഷ്ണു ചിന്തിക്കുന്നു. പെട്ടെന്ന് ബെഡിൽ നോക്കുമ്പോൾ പഞ്ചസാര കാണുകയാണ്. ഇത് എവിടെന്ന് വന്നു എന്ന് വിഷ്ണു ആലോചിക്കുകയാണ്. കട്ടിലിൽ മൊത്തം ഓടുന്ന ഉറുമ്പുകളെ നോക്കി വിഷ്ണു പറയുകയാണ്, ഹലോ മിസ്റ്റർ ഉറുമ്പുകളെ, നിങ്ങളുടെ നേതാവ് ആരാണ്? ഓൾ കേരള ഉറുമ്പ് പാർട്ടി മറ്റോ ആണോ എന്നൊക്കെ പറഞ്ഞ് ചിരിക്കുകയാണ് വിഷ്ണു. അന്നേരം ഒരു വലിയ ഉറുമ്പിനെ കണ്ട് വിഷ്ണു പറയുകയാണ്, ഇവനാണ് നേതാവെന്ന് തോന്നുന്നു. ഹലോ ഉറുമ്പുകളുടെ സൈന്യാധിപ, താങ്കൾ തങ്ങളുടെ സൈന്യത്തെയും കൂട്ടി എത്രയും പെട്ടെന്ന് ഇവിടം വിടുന്നതാണ് നല്ലത്. ഇതെന്റെ ശാലിനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാനുള്ള സപ്രപഞ്ച കട്ടിലാണ്. ഇനിയിപ്പോൾ പറഞ്ഞാലും കേൾക്കത്തില്ലോ, എന്താ ചെയ്യുക എന്ന് ആലോചിച്ച് ശാലിനിയെ നോക്കുകയാണ് വിഷ്ണു. അന്നേരം ശാലിനിയുടെ വയറിലൂടെ പോകുന്ന ഉറുമ്പിനെ ശ്രദ്ധിക്കുകയാണ് വിഷ്ണു. അത് കണ്ട് വിഷ്ണു പറയുകയാണ്, എടാ പൊന്നുമോനെ, ചതിക്കല്ലേ, അപകടം പിടിച്ച സ്ഥലമാണത്, അങ്ങോട്ടൊന്നും പോകല്ലേ. തുടർന്ന് വിഷ്ണു ഉറുമ്പിനെ എടുത്ത് കളയാനായിട്ട് ശാലിനിയുടെ വയറിലേക്ക് പിടിക്കുകയാണ്. പെട്ടെന്ന് ശാലിനി ചാടി എഴുന്നേറ്റ് വിഷ്ണുവിനെ ദൂരേക്ക് തള്ളി മാറ്റുന്നു. ഇയാൾ എന്തായി കാണിച്ചതെന്ന് ചോദിക്കുന്നു. അന്നേരം വിഷ്ണു പറയുകയാണ്, ഞാനല്ല, ഉറുമ്പ് ദേ നോക്കെന്ന് പറയുന്നു. പെട്ടെന്ന് കട്ടിലെ ഉറുമ്പുകളെ കണ്ട് ചാടി എഴുന്നേൽക്കുകയാണ് ശാലിനി. അവിടെയല്ല, ദേ നോക്ക് മൊത്തമുണ്ടെന്ന് പറഞ്ഞ് ബെഡ് മുഴുവൻ ചൂണ്ടിക്കാട്ടുന്നു വിഷ്ണു. അത് നോക്കിയിട്ട് ശാലിനി ചോദിക്കുകയാണ്, ആരാണ് ഈ ബെഡിൽ പഞ്ചസാര വിതറിയത്? അന്നേരം വിഷ്ണു താഴ്മയോടെ പറയുകയാണ്, അറിയില്ല, ഏതായാലും ഞാനല്ല വിതറിയത്. അന്നേരം പഞ്ചസാര വിഷ്ണുവിൻ്റെ പുറത്തേക്ക് എറിഞ്ഞ് ശാലിനി ചോദിക്കുകയാണ്, ആര് പറഞ്ഞു താനല്ല വിതറിയതെന്ന്? ഉറുമ്പിൻ്റെ പാട്ട് കേട്ടപ്പോഴേ ഞാൻ ശ്രദ്ധിച്ചതാണ്. എൻ്റെ ശാലിനി ഞാനല്ല എന്നൊക്കെ പറഞ്ഞ് സത്യമിടുകയാണ് വിഷ്ണു. കള്ളം, പഞ്ചസാര വിതറിയതും പോരാഞ്ഞിട്ട് കള്ളം പറയുന്നോന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ശാലിനി. മനുഷ്യനെ സമാധാനമായിട്ട് ഉറക്കത്തില്ല എന്നും പറഞ്ഞ് പ്രതിജ്ഞയോ മറ്റോ എടുത്തിട്ടുണ്ടോ ഇയാള്? ആകെ സഹികെട്ട് വിഷ്ണു പറയുകയാണ്, ശരി, വിശ്വാസമായില്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ബെഡ് വൃത്തിയാക്കാം എന്ന് പറഞ്ഞ് തലേണയൊക്കെ എടുത്ത് കുടയുകയാണ് വിഷ്ണു. പെട്ടെന്ന് തലേണ പിടിച്ചു വാങ്ങിയിട്ട് ശാലിനി പറയുകയാണ്, സന്മനസ്സിന് നന്ദി, തൽക്കാലം ഇയാളൊന്നും ചെയ്തു തരണമെന്നില്ല. അതിനുശേഷം തലേണ എടുത്തിട്ട് വിഷ്ണു കിടന്നെടുത്തറയിലേക്ക് ഇട്ടിട്ട് അവിടെ ഇരിക്കുകയാണ് ശാലിനി. എന്നിട്ട് പറയുകയാണ്, ഞാനും കൂടി തൻ്റെ അടുത്ത് കിടന്നുറങ്ങണം, അതിനല്ലേ ഇതൊക്കെ ചെയ്തത്. തുടർന്ന് തറയിലേക്ക് വിഷ്ണുവും ഇരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, എൻ്റെ പൊന്നു ശാലിനി, ഞാൻ അങ്ങനെയൊന്നും എന്ന് പറയുമ്പോൾ മിണ്ടരുതെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് ശാലിനി. അന്നേരം മിണ്ടാതെ ഒരു കുട്ടിയെ പോലെ ഇരിക്കുകയാണ് വിഷ്ണു. അതിനുശേഷം ശാലിനി തറയിൽ കിടക്കുകയാണ്. അതുകൊണ്ട് സന്തോഷിക്കുന്നു വിഷ്ണു. എന്തെന്നില്ലാത്ത സന്തോഷത്തോടു കൂടി ശാലിനിയുടെ അടുത്തേക്ക് കിടക്കുകയാണ് വിഷ്ണു. അതിനുശേഷം തലപൊക്കി കുറേ പ്രാവശ്യം ശാലിനിയെ നോക്കുന്നു വിഷ്ണു. എന്നിട്ട് കട്ടിലിലേക്ക് നോക്കി പറയുകയാണ്, ഉറുമ്പുകളെ താങ്ക്സ്, ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കി തന്നതിന്. ഇത് കേട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് ശാലിനി പറയുകയാണ്, അപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി, ഒരു നിഷ്കളങ്ക കുമാരൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് വിഷ്ണുവിനെ പിടിക്കുകയാണ് ശാലിനി. തൻ്റെ അടുത്തേക്ക് വരുന്നത് കണ്ട് ചാടി എഴുന്നേറ്റിരിക്കുകയാണ് വിഷ്ണു. എന്താണെന്നും പറഞ്ഞ് വിഷ്ണു പുറകിലേക്ക് മാറുന്നു. അന്നേരം വിഷ്ണുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ശാലിനി. ഇത്രയുമാണ് പുതിയ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.